ചെയിൻ എങ്ങനെ ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ ലൂബ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴത്തുണ്ടാവും. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു പോകാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു പോകാം. അതായത് ആദ്യം തന്നെ ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീൻ ചെയ്യാൻ കെറോസിൻ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പെട്രോൾ ഉപയോഗിക്കാൻ പാടില്ല. പെട്രോൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഓറൻസിന് ഡാമേജ് വരും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കെറോസിൻ യൂസ് ചെയ്താലും ഓറൻസിന് ഡാമേജ് വരില്ലേ എന്നുള്ളതാണ് പുള്ളി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ കെറോസിൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ പ്രശ്നം വരില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഡീസലും വേറെ പ്രശ്നമില്ല. ഞാനും ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തു വരുന്നത്. ചെയിനിന് അങ്ങനെ വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. സോ ഈ ഡീസൽ അല്ലെങ്കിൽ കെറോസിൻ വെച്ച് ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നന്നായിട്ട് ചെയിൻ കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ലൂബ് അപ്ലൈ ചെയ്ത് വയ്ക്കുക. ലൂബ് അപ്ലൈ ചെയ്യുന്നത് മാക്സിമം വൈകുന്നേരം ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഓടിക്കുക. വേറെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഞാൻ ആ ഒരു ക്രീം ടൈപ്പ് ലൂബാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു ക്രീം ടൈപ്പ് ലൂബ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഡസ്റ്റൊക്കെ പെട്ടെന്നായിട്ട് അട്രാക്ട് ചെയ്തു എന്നൊക്കെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ആ ഒരു ക്രീം പോലെ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നു. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഡിസോൾവ് ആയി ചെയിനുമായിട്ട് നല്ലതായിട്ട് സെറ്റായിട്ട് തന്നെ ഇരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം.